സിറാൻ 2 മാസങ്ങൾക്ക് മുമ്പ് തിയേറ്റർ റിലീസായ പടമാണ്. ജയരവി, കീർത്തി സുരേഷ്, പിന്നെ അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ OTTയിൽ റിലീസായിട്ടുണ്ട്. ഈ പടം മൊത്തത്തിൽ ഹൈപ്പ് കുറഞ്ഞൊരു പടമാണ്. ഇപ്പോൾ ജയരവി എന്ന് പറയുന്ന നടനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു നടനെ വേണ്ട ഹൈപ്പ് കിട്ടാത്തൊരു പടം കൂടിയാണ് ഇത്. ഇപ്പം നമ്മുടെ നാട്ടിൽ 2 മാസം മുമ്പ് റിലീസായിട്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ നാട്ടിലും അത്ര ഹൈപ്പില്ലാത്തൊരു പടം കൂടിയാണ്. കാരണം ഓഫ്ലൈൻ പ്രൊമോഷൻ വളരെ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ പ്രൊമോഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ പടം കാണാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിലത്തെ പാട്ടാണ്. കാരണം GV പ്രകാശാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. GV പ്രകാശിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് ഇട്ടിട്ട് ആ പാട്ട് എനിക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഫേവററ്റ് ലിസ്റ്റിൽ കയറിയ ഒരു പാട്ടാണ്. അങ്ങനെ ആ പാട്ട് കണ്ടപ്പോൾ ഈ പടം കാണണം എന്നുള്ളൊരു ഇത് തോന്നിയിട്ടാണ് ഇപ്പോൾ ഈ OTT റിലീസ് വന്നപ്പോൾ ഞാൻ ഈ പടം കണ്ടത്. ഞാൻ ഈ പടത്തിൻ്റെ ഈ ഒരു പാട്ടല്ലാണ്ട് വേറെ ഒന്നും ട്രെയിലറോ ഒരു കാര്യം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പടം ഇപ്പോൾ OTTയിൽ ഇറങ്ങിയപ്പോഴാണ് 2 മാസം മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയെന്നുള്ള കേസ് തന്നെ ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ ഈ പടം കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലവ് സ്റ്റോറി സിനിമയാവുമെന്നാണ് വിചാരിച്ചത്. കാരണം പാട്ട് കേട്ടിട്ടാണല്ലോ നമ്മൾ കാണാൻ പോയത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ട് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ശരിക്കും ഇത് ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. അത് എഡിറ്റിങ് നല്ല രീതിയിൽ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമോഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു സിനിമയാണ്. മെയിനായിട്ട് ഫാമിലി ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടമാവുന്ന ഒരു സിനിമയാണ്. ഇതൊരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്നേഹബന്ധങ്ങളിലെ വില പറയണ ഒരു സിനിമയാണ് ഇതെന്ന് പറയണത്. ഇതെന്ന് പറയുമ്പോൾ ഈ കഥയുടെ ഒരു ത്രെഡ് ലൈൻ, സ്റ്റോറി ലൈൻ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ആൾ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ കൊണ്ട് കുറ്റവാളി ആവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധിയായിട്ടുള്ള കുറ്റവാളിയായിട്ട് ജയിലിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഉണ്ടാവണ ഫാമിലിയിൽ ഉണ്ടാവണ ബുദ്ധിമുട്ട്, അയാളുടെ ജയിലിൽ ഉണ്ടാവണ ജീവിതം, അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവണ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ജയരവി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയരവിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയണതാണ്. ഇമോഷണൽ സീനൊക്കെ ആൾ നല്ല ഗംഭീരമായിട്ട് ചെയ്യണതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് നടനാണ്. ഇത്തിരി സ്പെഷ്യലാണ് ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടൻ കൂടിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയരവിനായിട്ട് ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷിന് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യാതൊരു തരത്തിലുള്ള ഓവറായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസും ഇല്ല, ഓവർ സീനുകളൊന്നുമില്ല. ഭയങ്കര സീരിയസ് ആയിട്ട് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് ഭയങ്കര സൂപ്പറായിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് കീർത്തി സുരേഷിൻ്റെ. കീർത്തി സുരേഷിൻ്റെ ക്യാരക്ടർ ഇത്ര ഇങ്ങനെ പവർഫുള്ളായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പടം കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അടിപൊളി ഫസ്റ്റ് ഹാഫാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെയോ ഒരു പുതുമകൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ യോഗി ബാബു എന്ന് പറഞ്ഞ നടൻ എന്ന് പറയുമ്പോൾ ആൾക്ക് കിട്ടിയിട്ടുള്ളത് ഫുൾ ഓവറായിട്ടുള്ള ആക്ടിങ്, ഓവറായിട്ടുള്ള കോമഡികളാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. ഫുൾ ഓവറാണ് ആൾ ചെയ്യാറുള്ളത്. എനിക്കതുകൊണ്ട് ആളിനെ ഇഷ്ടമാണെങ്കിൽ പോലും സീനുകൾ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇഷ്ടം ഇല്ലാത്തൊരിതാണ്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ കോമഡികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോമഡി തന്നെ എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ ചിരിച്ചു പോയി ചെയ്തു. ആളും നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ വില്ലനായിട്ടുള്ള ആളും എല്ലാവരും ഓൾ റൗണ്ട് എല്ലാവരും പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പടം നല്ലൊരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് ഞാൻ കണ്ടു. എനിക്ക് ഓരോ സീനുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ബോറടിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തുടക്കം തൊട്ട് അവസാനം വരെ ഞാനിപ്പോൾ ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് തമിഴ് പടം നല്ല ഹൈപ്പുള്ള പടങ്ങൾ വെച്ച് നോക്കാമെന്നല്ലാണ്ട് ഇതേപോലുള്ള പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു പടം ഇതാണ്. പിന്നെ ഞാൻ ലവ്വർ കണ്ടു. പിന്നെ അതേപോലെ പോണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്തൊരു പടമുണ്ട്, അതൊക്കെ കണ്ടു. എനിക്കതൊന്നും പേഴ്സണലായിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളി പടമാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പടമാണ്. പിന്നെ അതേപോലെ ഈ പടത്തിനൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നിരപരാധിയായിട്ടുള്ള കുറ്റവാളികൾക്കും അവരുടെ ഫാമിലിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ഓഡിയൻസിനാണ് കൂടുതലും ഇഷ്ടമാവുള്ളൂ, അല്ലാത്തവർക്ക് ഇഷ്ടാവില്ല എന്നല്ല. പക്ഷേ ഇത് ഭയങ്കര ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ അനുപമ പരമേശ്വരന് അത്ര
പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ അവളുടെ ക്യാരക്ടർ നല്ല അടിപൊളി ക്യാരക്ടറാണ്. പക്ഷെ അത് എനിക്ക് എവിടെയൊക്കെയോ കുറച്ച് ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് ഫീൽ ചെയ്തു. മൊത്തത്തിൽ നൈസ് ഒരു പടമാണ്. നമുക്ക് കാണാൻ താല്പര്യം ധൈര്യമായിട്ട് കണ്ടോ. നമുക്ക് ആരുടെ അടുത്തും ധൈര്യമായിട്ട് കണ്ടോളാൻ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം ജയരവി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ളൊരു നടനാണ്. ആൾ ഏത് പടം ചെയ്താലും ആരും പൊട്ടാന്ന് പറയില്ല, എന്നാലും അത്ര നല്ലതെന്ന് പറയില്ല. ആൾ ഒരു ഇടത്തരം സിനിമകളാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതുകൊണ്ട് അധികം വെറുപ്പിക്കലൊന്നും ഇല്ലാത്തൊരു നടനാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് പറയാം ഈ പടം കണ്ടോളാൻ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.